പറമ്പിലെ മികച്ച വിജയത്തിന് ശേഷം പിന്നാലെ ടി.കെ. ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഭാര്യ കെ.പി. രമണിക്കൊപ്പമാണ് സന്ദർശനം. കോടിയേരിയുടെ കുടുംബാംഗങ്ങളുമായി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തി. കോടിയേരിയുടെ വീട്ടിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ ചേരുകയാണ്. ബിജീഷ്, ടി.കെ. ഗോവിന്ദനും ഭാര്യയും കോടിയേരിയുടെ വീട്ടിന് തൊട്ടുമുകളിലുള്ള അവിടെ മ്യൂസിയം അവിടെ കുടുംബാംഗങ്ങൾ തയ്യാറാക്കിയ മ്യൂസിയത്തിലൂടെ കോടിയേരിയുടെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും പാർട്ടിയിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴും അകലേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴും കോടിയേരിയാണ് ശരി, കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പരസ്യമായി തന്നെ ടി.കെ. ഗോവിന്ദൻ പറയുന്നതും കണ്ടു. എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത് ബിജീഷ്? രാവിലെ ഒരു 11 മണിയോടുകൂടിയാണ് അദ്ദേഹം കണ്ണൂരിൽ DCC-യിലെത്തിയത്. DCC-യിലുള്ള സ്വീകരണത്തിന് ശേഷമാണ് അദ്ദേഹം കോടിയേരിയുടെ വീട്ടിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കോടിയേരിയുടെ വീട്ടിലാണ്. ഇവിടെ 12 മണിയോടുകൂടി എത്തിയ ടി.കെ. ഗോവിന്ദനും അതുപോലെ തന്നെ ഭാര്യ കെ.പി. രമണിയെയും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും അടങ്ങിയ കുടുംബാംഗങ്ങൾ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് ഇതിന്റെ വീട്ടിനടുത്തുള്ള കോടിയേരിയുടെ മ്യൂസിയത്തിൽ പോയി. അതിനു മുൻപ് കോടിയേരിയുടെ പ്രതിമയുണ്ട് അവിടെ പുഷ്പാർച്ചന ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ടി.കെ. ഈ പറയുന്ന കോടിയേരിയുടെ മ്യൂസിയം ഉൾപ്പെടെ സന്ദർശിച്ചത്. വീട്ടുകാരുമായി ഉൾപ്പെടെ അവർ സംസാരിക്കുകയും ചെയ്തു. നേരത്തെ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരാണ് കോടിയേരിയും അതുപോലെ തന്നെ ടി.കെ. ഗോവിന്ദ മാഷും. ഇപ്പോൾ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി നമ്മോടൊപ്പം ചേരുകയാണ്. ടി.കെ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് തളിപ്പറമ്പിലൊരു അട്ടിമറി വിജയം നേടിയ ആളാണ്. അദ്ദേഹം ഇപ്പോൾ കോടിയേരിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഈ സന്ദർശനം എന്താണ് സന്ദർശനത്തിന്റെ പിന്നിലുള്ള ഒരു കാര്യം? അല്ല, ഗോവിന്ദൻ മാഷ് ഇപ്പം പാർട്ടി സഖാക്കളുടെ കുടുംബങ്ങളെല്ലാവരുമായിട്ട് പണ്ടുതൊട്ടേ ബന്ധമുള്ളതാണ്. ഇപ്പം മാഷ് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യം വന്നു. മാഷ് ആ നിലപാടെടുത്തു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാഷ് ഞങ്ങളെ കാണണം തോന്നി. അച്ഛനെ വന്ന് ഇത്തരത്തിൽ കാണണമെന്ന് പ്രതിമയെങ്കിലും ഇല്ലെങ്കിൽ മ്യൂസിയമൊക്കെ കാണണം എന്നുള്ള തോന്നലുണ്ടായി. അദ്ദേഹം വന്നു. അത്രയേ ഉള്ളൂ. അതിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നുമില്ല. ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു സന്ദർശനം മാത്രമേ ഉള്ളൂ. മാഷ് ഉയർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് പാർട്ടിക്ക് തെറ്റുപറ്റിപ്പോയി, പാർട്ടി നേതൃത്വത്തിന് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, അത് നയവ്യതിയാനം ഉണ്ടായി എന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ്, ഒരു കുടുംബാധിപത്യം എന്നുള്ളൊരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് മാഷ് പാർട്ടിയുടെ പുറത്തേക്ക് പോകുന്നത്. അതേ വിഷയം ഇപ്പോഴും മാഷ് പറയുന്നുണ്ട്, പാർട്ടി ഇനിയെങ്കിലും തെറ്റിദ്ധരുത്തണമെന്ന്. അങ്ങനെ ഉള്ള ഒരാളുടെ ആശയങ്ങൾ, അത്തരത്തിലുള്ള മാഷ പറയുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളും പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ബിനീഷ് പൊതുവെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ മാഷ് ഉന്നയിക്കുന്ന ആ ആശയങ്ങളോട് ഏത് തരത്തിലാണ് ബിനീഷിന്റെ ഒരു പ്രതികരണം? അല്ല, എനിക്കങ്ങനെ അതിലൊരു പ്രത്യേകപരമായിട്ടുള്ള ഒരു നിലപാട് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞങ്ങൾ പാർട്ടിയുടെ ഒരു കുടുംബമല്ലേ, ഞങ്ങൾ പാർട്ടിയുമായി ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു കുടുംബമാണല്ലോ. ഇവിടെ വീട്ടിൽ വരുന്ന ആളുകളെ ഈ പറയുന്ന വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയില്ല എന്നും ഞങ്ങളെ വീട്ടിൽ വരുന്ന ആളുകൾ ആരായാലും സ്വീകരിക്കുക എന്നുള്ള ഇത് മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ളത്. മറ്റേതൊക്കെ രാഷ്ട്രീയപരമാണ്, മറ്റേതൊക്കെ പാർട്ടി മറുപടി പറയേണ്ടുന്ന കാര്യങ്ങൾ, പാർട്ടി മറുപടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാർട്ടി എടുത്ത നിലപാട് എടുത്തിട്ടുണ്ട്. ആ നിലപാടിൻ്റെ എപ്പോഴാണല്ലോ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വർഗവഞ്ചകൻ എന്ന് വിളിച്ച ആൾ കൂടിയാണ് ടി.കെ. ഗോവിന്ദൻ മാഷ്. അങ്ങനെ ഒരാൾ വരുമ്പോൾ സ്വീകരിക്കുന്നതിനകത്തൊരു രാഷ്ട്രീയ ശരിയില്ലായ്മയുണ്ട് എന്നുള്ള പൊതുവെ അങ്ങനെ ചർച്ച ചെയ്യപ്പെടില്ലേ? ഈ പറയുന്ന എത്രയോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ആശയപരമായിട്ട് വ്യത്യാസമുള്ള ആളുകൾ തമ്മിൽ കാണാറില്ലേ, തമ്മിൽ വീടുകൾ പോകാറില്ലേ, കല്യാണങ്ങൾ സംസാരിക്കാറില്ലേ? ഈ വർഗവഞ്ചകർ എന്നൊക്കെ വിളിച്ച ആളുകൾ തമ്മിൽ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും വ്യക്തിപരമായിട്ട് അവർ കാണുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യാറില്ലേ? അത്രയേ ഉള്ളൂ. അത് അല്ലാതെ അതിൽ ഇപ്പം മാഷിനെ അത്തരത്തിൽ വിളിച്ച വിളികളോട് എനിക്ക് യോജിപ്പുണ്ടെന്ന് വെച്ചാൽ അത് പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. ഞാൻ വ്യക്തിപരമായിട്ട് പറയേണ്ടുന്ന മറുപടിയല്ല. അങ്ങനെ ഒരു മറുപടി പറയേണ്ടുന്നൊരു കേഡർ സംവിധാനം അല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത്. എനിക്ക് പറയേണ്ടുന്ന അഭിപ്രായങ്ങൾ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പാർട്ടിക്ക് ബോഡിയിനകത്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റികൾക്കകത്താണ് പറയുന്നത്. അത്രയും അതിനെ കാണാൻ പറ്റുള്ളൂ. ടി.കെ. എന്തായാലും പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങി പാർട്ടിയുടെ സംവിധാനത്തിന്റെ അകത്ത് പാർട്ടിയുടെ കോട്ടയിൽ വിജയം നേടി. അങ്ങനെ വന്ന ടി.കെ. ഇപ്പോൾ കോടിയേരിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മ്യൂസിയത്തിലടക്കം സന്ദർശിച്ചു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? കുടുംബാംഗങ്ങളായ നിങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞു? ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അപ്പോൾ അതാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു വൈകാരികമായിട്ടുള്ള ഒരു കുടുംബ സന്ദർശനം മാത്രമായിട്ടാണ് എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഇവിടെ വന്നു, അമ്മയെ കണ്ടു, എന്നെ കണ്ടു, മുകളിൽ മ്യൂസിയത്തിൽ പോയി, സ്റ്റാച്യുവിൽ പോയിട്ട് പുഷ്പാർച്ചന നടത്തി, അദ്ദേഹം പോയി എന്നുള്ളതേ ഉള്ളൂ. മാഷ് ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു മാറ്റം വരണം എന്നുള്ള കാര്യത്തിനകത്ത് അങ്ങനെ എന്തെങ്കിലും പറയുന്നു? അല്ല, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഞാനും മാഷും പോയാൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഞാനും മാഷും എന്നെ എത്രയോ ചെറുപ്പത്തിലെ കാണുന്ന മാഷ്, എന്നെ എടുത്തിട്ടുള്ള മാഷ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് രാഷ്ട്രീയം സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിലല്ലല്ലോ ഇന്നത്തെ സന്ദർശനം. ബിനീഷിന്റെ ഒപ്പം തന്നെ കോടിയേരിയുടെ ഭാര്യയായിട്ടുള്ള വിനോദിനി ബാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പാർട്ടി വിട്ട് പുറത്തേക്ക് പോയ ഒരാളാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന വ്യക്തിപരമായി കോടിയേരിയോടുള്ള അടുപ്പത്തിന്റെ
ബന്ധപ്പെട്ടുള്ളതാണ് വന്നതെന്നാണ് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങളെ കുടുംബവുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിലാണ് ഗോവിന്ദേട്ടൻ ഇവിടെ വന്നത്. പാർട്ടി ഒന്നും നോക്കിയിട്ടായിരിക്കില്ല അദ്ദേഹവും വന്നത്, ഞങ്ങളും സ്വീകരിച്ചത്. ഞങ്ങളെ വീട്ടിൽ ആര് വരുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കും. അത് ഞങ്ങളെ മറക്കാത്തത് കൊണ്ടും ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും വന്നതല്ലേ. അവർ എത്ര പാർട്ടിക്കാർ ഇവിടെ വരുന്നുണ്ട്, എത്ര ജനങ്ങൾ വരുന്നുണ്ട് ഇവിടെ, എത്രയോ ജനങ്ങൾ ഇപ്പോഴും. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ് ആ മ്യൂസിയം, ഞാൻ ഉണ്ടാക്കി വെച്ചത് ആ സ്റ്റാച്യു. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ, ഇപ്പം നിങ്ങൾക്ക് ആ ബുക്കിൽ ഒപ്പിട്ടെന്നൊക്കെ അല്ല അറിയാം, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണാൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളോടോ അദ്ദേഹത്തോടോ ഉള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ. അപ്പം ആര് വന്നാലും ഞാൻ സ്വീകരിക്കും. എൻ്റെ വീട്ടിൽ വന്നാൽ അതിൽ പാർട്ടിയൊന്നും ഞാൻ നോക്കില്ല. പാർട്ടിയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതാരെ ഗോവിന്ദ മാഷ് നമ്മൾ മാറ്റി നിർത്തേണ്ട ആളാണോ? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വീട്ടിൽ വരുന്ന ആരും പാർട്ടി മാറ്റി നിർത്തിയ ഒരാളാണ് ഗോവിന്ദ മാഷ്. അയ്യോ, അതെന്റെ വിഷയമല്ല, അതെനക്കറിയേണ്ട കാര്യമില്ല. എന്റെ വീട്ടിൽ വരുന്ന ആളെ ഞാൻ സ്വീകരിക്കും. സിപിഐഎമ്മിന്റെ നേതാക്കളെ വർഗവഞ്ചകൻ, ഒറ്റുകാരൻ എന്നൊക്കെ വിളിച്ച ഒരാളാണ് ടി കെ ഗോവിന്ദൻ. ഞാൻ വിളിക്കില്ല. ഒരാളെ അവിടെ മാറ്റി നിർത്തേണ്ടതല്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ വരുന്ന ആളാ ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കും. ഈ പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അത്രയേ ഉള്ളൂ. വർഗവഞ്ചകൻ എന്ന് വിനോദിനേച്ച് വിളിക്കില്ല. ഞാൻ വിളിക്കില്ല, ഒരിക്കലും ഇല്ല, നെവർ. ടി കെ ഗോവിന്ദൻ മാഷ് വലിയൊരു വിജയമാണ് തളിപ്പറമ്പിൽ നേടിയിരിക്കുന്നത്. അത് പാർട്ടിക്കെതിരെയാണ്. അതിനൊക്കെ എങ്ങനെയാണ്? അതൊന്നും ഞാനിപ്പോ പറയില്ല. പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ട ആളല്ല. വളരെ വ്യക്തമായ നിലപാട് പറയുകയാണ് വിനോദിനി ബാലകൃഷ്ണൻ.